ഹലോ വെൽക്കം ടു എജു കഫേ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വിത്ത് ടാലി എന്നുള്ള സബ്ജക്റ്റിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ടെക്സ്റ്റൊക്കെ വളരെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ഏതൊക്കെ പോർഷൻസിനാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഇത് 2020 കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് എൻറ്റേർഡ് ഇൻ ഡാഷ് വൗച്ചർ. അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എൻ്റർ ചെയ്യുന്ന വൗച്ചറാണ് കോൺട്രാ വൗച്ചർ എന്നുള്ളത്. അപ്പോൾ എന്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലും ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിലും നമ്മൾ എൻ്റർ ചെയ്യുന്നത് കോൺട്രാ വൗച്ചറിലാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും വൗച്ചറും വൗച്ചർ ടൈപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഏതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഇൻപുട്ട് വാറ്റ് ലെഡ്ജർ ഈസ് ക്രിയേറ്റഡ് അണ്ടർ വിച്ച് അക്കൗണ്ട്. ഇൻപുട്ട് വാറ്റ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. അപ്പോൾ ഏത് ടാക്സ് റിലേറ്റഡ് കാര്യങ്ങളും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൻ്റെ അണ്ടറിലാണ് വരിക കേട്ടോ. അപ്പം നെക്സ്റ്റ് നോക്കാം, ഷോർട്ട് കീ ടു ആക്ടിവേറ്റ് കാൽക്കുലേറ്റർ ഈസ്. Ctrl+N ആണ് കാൽക്കുലേറ്റർ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഷോർട്ട് കീസൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം സ്പെഷ്യലായിട്ട്, എന്നിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് വേണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷോർട്ട് കീ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയ ആണ്. നെക്സ്റ്റ് നോക്കൂ, ചെക്ക് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ ഈസ് റെക്കോർഡഡ് ഇൻ ഡാഷ് വൗച്ചർ. കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റെസിപ്റ്റ് വൗച്ചറിലാണ്. അതായത് ചെക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അത് ക്യാഷ് കിട്ടിയതായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് റെസിപ്റ്റ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ വൗച്ചറും വൗച്ചർ ടൈപ്പും ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രീ ഡിഫൈൻഡ് സ്റ്റോക്ക് കാറ്റഗറി ഇൻ ടാലി. പ്രൈമറി ആണ് പ്രീ ഡിഫൈൻഡ് സ്റ്റോക്ക് കാറ്റഗറി ഇൻ ടാലി. അപ്പോൾ സ്റ്റോക്ക് കാറ്റഗറിയും സ്റ്റോക്ക് ഐറ്റംസും സ്റ്റോക്ക് ഗ്രൂപ്പും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് നിങ്ങൾ എന്തായാലും നോക്കണം ഫോർ എക്സാം. ഇനി നെക്സ്റ്റ്, ODBC സ്റ്റാൻഡ്സ് ഫോർ. ODBC എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റി ആണ് കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ഫോർ ആക്സസിങ് എ ഡാറ്റ ആണ്. ദാറ്റ് മീൻസ് അതായത് നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ലൊക്കേഷനിലുള്ള അല്ലെങ്കിൽ പല ഭാഗത്തുള്ള ഫയൽസ് കോമൺ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫെസിലിറ്റിയാണ് ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റി എന്നുള്ളത്. ഇത് 1992 മൈക്രോസോഫ്റ്റിൻ്റെ പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ഓപ്പൺ സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ഫോർ ആക്സസിങ് എ ഡാറ്റ, എസ്പെഷ്യലി ഒരു കോമൺ ഡാറ്റാബേസ് ആണ് ODBC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്ന് നോക്കുക ODBC എന്താണെന്നുള്ള കാര്യം. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ODBC എന്നുള്ളത്. ഇനി ഡാഷ് ആൻഡ് ഡാഷ് ആർ ദ ഡീഫോൾട്ട് അക്കൗണ്ട്സ് ഇൻ ടാലി. ടാലിയിലുള്ള ആകെ 2 ഡീഫോൾട്ട്സ് അക്കൗണ്ട്സ് ആണ് മെയിൻലി ഉള്ളത്. അതൊന്ന് ക്യാഷ് ഇൻ ഹാൻഡും വേറൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രൈമറി അക്കൗണ്ടിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, അതൊന്ന് കൺസിഡർ ചെയ്യണം ഫോർ എക്സാം. നെക്സ്റ്റ്, ദ എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ്, അതിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. Alt+F1 യൂസ്ഡ് ടു ഡാഷ് ദ കമ്പനി. അതായത് കമ്പനി ഷട്ട് ചെയ്യാനാണ് Alt+F1 യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിന് മനസ്സിലായി കീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീസ് ഒക്കെ എന്ത് ചെയ്യാം, നോട്ട് ഡൗൺ ചെയ്യാം. നെക്സ്റ്റ്, ദ എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് പെർമിറ്റഡ് ടു സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഔട്ട്പുട്ട് ടാക്സ് ഈസ് കോൾഡ് ഇൻപുട്ട് ക്രെഡിറ്റ്. അപ്പോൾ ഇൻപുട്ട് ക്രെഡിറ്റ് എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ. അതായത് ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് ടാക്സിനോട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ലിമിറ്റാണ് ഇൻപുട്ട് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇൻപുട്ട് ക്രെഡിറ്റ് എന്താണെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ടൊന്ന് നോക്കണം. നെക്സ്റ്റ്, ഡാഷ് റേഷ്യോ ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് റേഷ്യോ ഓർ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതും ഒന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ജസ്റ്റ് ഒന്ന് നോക്കുക ഫോർ എക്സാം. ഇനി നെക്സ്റ്റ് എന്താ നോക്കാം. ഇനി ഒരു നെക്സ്റ്റ് കാറ്റഗറി B സെക്ഷനിൽ വരുന്നത് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. സെക്കൻഡ് സെക്ഷനിൽ വരുന്ന ഷോർട്ട് മാർക്ക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം നമുക്ക്. ടാലിയിൽ എങ്ങനെയാണ് വാറ്റ് എനേബിൾ ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ റീസ്റ്റോർ ചെയ്യുക, ഡാറ്റ എന്താണ് ടാലിയിൽ റീസ്റ്റോർ ചെയ്യുന്നത് ഡാറ്റ എന്നുള്ളൊരു കാര്യം,
പിന്നെ സ്റ്റോക്ക് ഐറ്റം ഓൾട്ടർ ആൻഡ് ഡിലീറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്റ്റോക്ക് ഐറ്റം ഓൾട്ടർ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ടാലി വോൾട്ടിനെ കുറിച്ച്, പിന്നെ റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എക്സെപ്ഷൻ റിപ്പോർട്ടാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ റിപ്പോർട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഒരു ഏരിയയും ഫോക്കസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതെങ്ങനെയാണ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. പിന്നെ സ്റ്റോക്ക് ഐറ്റം സ്റ്റോക്ക് ഗ്രൂപ്പും തമ്മിൽ ഡിഫറൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കണം. സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. പിന്നെ ക്രെഡിറ്റ് നോട്ട് എന്താണ്, കോസ്റ്റ് സെൻറ്റർ എന്താണ്, കോസ്റ്റ് കാറ്റഗറി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അക്കൗണ്ട് ഗ്രൂപ്പ് എന്താണെന്നുള്ള കാര്യം, ഇതൊക്കെയാണ് ബി സെക്ഷനിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സി സെക്ഷനിൽ ഏതൊക്കെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഡിസഡ്വാൻറ്റേജസ് മാത്രമല്ല അഡ്വാൻറ്റേജസും ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, ആ ഏരിയയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. പിന്നെ എങ്ങനെയാണ് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. അപ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റ് ക്രിയേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് ക്രിയേഷൻ എന്താണെന്നുള്ളൊരു കാര്യം നിങ്ങൾ ജസ്റ്റ് നോക്കണം. പിന്നെ അതുപോലെ റിപ്പോർട്ട്സ് അവൈലബിൾ അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററി. അപ്പോൾ റിപ്പോർട്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെന്ററിയിലുള്ള റിപ്പോർട്ട്സ് ഏതൊക്കെയാണെന്നുള്ളതുണ്ട്, അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കുക. പിന്നെ എക്സ്പ്ലെയിൻ ദ ടേം വാറ്റ്, CST, ഇൻപുട്ട് ക്രെഡിറ്റ്, TDS, ഈ ടേംസ് ഒക്കെ. അപ്പോൾ വാറ്റ് എന്താ നോക്കണം, CST എന്താ നോക്കണം, ഇൻപുട്ട് ക്രെഡിറ്റ് എന്താ നോക്കണം, TDS എന്താ നോക്കണം. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നും എങ്ങനെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് കിട്ടുക എന്നുള്ളൊരു ഐറ്റം. അപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ എന്താന്നുള്ളൊരു കാര്യം നോക്കിയാൽ മതി. പിന്നെ സിംഗിൾ അക്കൗണ്ടും മൾട്ടിപ്പിൾ അക്കൗണ്ടും തമ്മിലെ ഡിഫറൻസ്, എല്ലാത്തിലും സിംഗിൾ അക്കൗണ്ടും മൾട്ടിപ്പിൾ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തമ്മിലെ മെയിൻ ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം. പിന്നെ പേറോൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ടാലി ഓഡിറ്റും അതിന്റെ ഫീച്ചേഴ്സും. ടാലി ഓഡിറ്റും ടാലി വോൾട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇതൊക്കെയാണ് സി സെക്ഷനിൽ വരുന്നത്. ഇനി ലാസ്റ്റ് സെക്ഷനിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലാസ്റ്റ് സെക്ഷനിൽ, അതായത് ഫൈനൽ എസ്സിക്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങും ഇൻവെന്ററി വൗച്ചർ. അക്കൗണ്ടിങ് വൗച്ചേഴ്സും ഇൻവെന്ററി വൗച്ചേഴ്സും ഉള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അതെന്താന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വൗച്ചറും വൗച്ചർ ടൈപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും നോക്കണം. പിന്നെ ലിസ്റ്റ് ഔട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ഓൾ ദ അക്കൗണ്ടിങ് റിപ്പോർട്ട്സും അക്കൗണ്ടിങ് വൗച്ചേഴ്സും ഇൻവെന്ററി വൗച്ചേഴ്സും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ മെയിൻലി കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, വൗച്ചേഴ്സ് എന്താണ്, പിന്നെ റിപ്പോർട്ട്സ് എന്തൊക്കെയാണ് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മൾ മനസ്സിലാവും ടാലിയിൽ നിന്ന് ഏതെല്ലാം മോഡലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യം.